ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 34-ാം വാക്യം. ദമറിസ് എന്നു പേരുള്ളൊരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അഥേന പട്ടണം യവന റോമ മതങ്ങളിലെ ദേവന്മാരുടെയും ദേവിമാരുടെയും വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ആ പട്ടണം ചുറ്റി നടന്നു കണ്ട പൗലോസ് അപ്പോസ്തലന് അജ്ഞാത ദേവന് എന്ന് ആലേഖനം ചെയ്തിരുന്ന ഒരു വേദിക്കല്ല് കാണുവാനിടയായി. ഇവയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അഥേനയിലെ വിഗ്രഹാരാധനയുടെ ബാഹുല്യം പൗലോസ് അപ്പോസ്തലന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് പൗലോസ് അപ്പോസ്തലൻ്റെ മനസ്സിനെ ഏറെ ചൂട് പിടിപ്പിച്ചു. എങ്കിലും അരയോപക മധ്യേ നിന്നുകൊണ്ട് കൂടി വന്നവരെ വിമർശിക്കാതെ ഒരു നവശൈലിയിൽ അവരുടെ മതതീക്ഷ്ണതയെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ അതിഭക്തന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഒരു വലിയ പ്രസംഗം അപ്പോസ്തലൻ നടത്തുന്നു. ഈ പ്രസംഗത്തിലൂടെ ക്രിസ്ത്യാനിയായി തീർന്ന ഒരു വനിതയായിരുന്നു ദമറിസ്. ദമറിസ് പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ശ്രദ്ധേയയായ വനിതയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദമറിസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സത്യ അന്വേഷണത്തിനുള്ള ഒരു മനസ്സ് ദമറിസിന് ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ നിന്നും ദമറിസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാലും അന്നത്തെ ഗ്രീക്ക് സമൂഹത്തിൽ സ്ത്രീകൾ ആരും പൊതു ചർച്ചകളിൽ അധികം പങ്കെടുത്തിരുന്നില്ല. എന്നിട്ടും അരയോപക സദസ്സിൽ ദമാറിസും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്യാവശ്യം അറിവും സമൂഹത്തിൽ പ്രാധാന്യവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ സ്ത്രീ. എന്നാൽ പൗലോസിൻ്റെ വചനങ്ങൾ കേട്ട് അവൾ പരിഹസിക്കുകയോ ആ വചനങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല. പകരം താൻ കേട്ട വചനത്തിൻ്റെ സത്യത്തെ അവൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അഥേനയുടെ വിശ്വാസ ആചാരങ്ങളും തത്വചിന്തകളെയും ഒക്കെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. ഇത്തരം അനുഭവങ്ങളുടെ മധ്യത്തിലും ഒരു സത്യ അന്വേഷിയായി തീരുവാൻ ദമറിസിന് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ദൈവത്തെ എവിടെയാണ് അന്വേഷിക്കുന്നത്? യേശു കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. ദൈവത്തെക്കുറിച്ച് നാം ഇന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ദമറിസിനെ പോലെ സത്യ അന്വേഷണത്തിനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? രണ്ടാമതായിട്ട് തീരുമാനക്ഷമത ഉള്ളവൾ ആയിരുന്നു ദമറിസ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറയുന്നു. ഇത്തരത്തിൽ നിന്റെ പ്രസംഗം പിന്നെ കേൾക്കാം എന്ന് പറഞ്ഞു തള്ളിയവരുടെ കൂട്ടത്തിൽ ഒരാൾ അല്ലായിരുന്നു ദമറിസ്. പിന്നെയോ വചനം കേൾക്കയിൽ തന്നെ കേട്ട വചനം സ്വീകരിക്കുകയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ദമറിസ്. തത്വചിന്തയും ദേവത ആരാധനയും നിറഞ്ഞ ആ നഗരത്തിൽ ഇവയ്ക്കുള്ളിൽ ജീവിച്ച ദമറിസ് യഥാർത്ഥ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്ത്രീകൾക്ക് അന്ന് പൊതു ചർച്ചകളിൽ പങ്കെടുക്കുവാൻ പാടില്ലാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും അവൾ മുൻപിൽ നിന്ന് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദമറിസിനെ പോലെ സത്യത്തെ അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സാണ് ദൈവത്തെ കണ്ടെത്തുവാനുള്ള യഥാർത്ഥമായ വഴി. വിശ്വാസത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ ധൈര്യം കാണിക്കണം. ദൈവവചനത്തോട് നാം നമ്മുടെ ഹൃദയം തുറന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സത്യ അന്വേഷകർ ആകുവാനുള്ള മനസ്സും യഥാർത്ഥ സത്യത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കാര്യക്ഷമതയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.